ഹിരണ്യകശ്യപു വെറുമൊരു രാജാവ് മാത്രമല്ല, പ്രഹ്ലാദന്റെ പിതാവ് കൂടിയായിരുന്നു. താൻ രാജാവായാലും പിതാവായാലും നിങ്ങളെ ഞാൻ കൂട്ടുപിടിക്കില്ലെന്ന് ആ കുട്ടി പറഞ്ഞു. ആദ്യം അവനെ ഒരുപാട് പ്രലോഭിപ്പിച്ചു, പേടിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അവൻ എന്തിനു സമ്മതിക്കണം? താൻ അത് വിശ്വസിക്കില്ലെന്ന് അവൻ പറഞ്ഞു. അങ്ങനെ ആ ദേവി വന്നു. ആ കുട്ടിയെ മടിയിലിരുത്തി തീയിലൂടെ നടന്നു പോകാൻ ആ ദേവിയോട് പറഞ്ഞു. അമ്മായി അവനെയുമായി തീയിലൂടെ നടന്നപ്പോൾ ഒരു കാറ്റ് വീശിയെന്നും അമ്മായി ധരിച്ചിരുന്ന വസ്ത്രം പറന്ന് പ്രഹ്ലാദന്റെ മേൽ വീണുവെന്നും പറയപ്പെടുന്നു. അങ്ങനെ പ്രഹ്ലാദൻ രക്ഷപ്പെട്ടു. എന്നാൽ അമ്മായിക്ക് അത്രത്തോളം പൊള്ളലേറ്റ് കാണും. അവർ അവിടെ തന്നെ തീർന്നുപോയി. രാജാവിന് ദേഷ്യം വന്നു. അദ്ദേഹം ഒരു ഇരുമ്പ് തൂൺ പഴുപ്പിച്ചു. ആ കുട്ടിക്ക് പേടി തോന്നിയിട്ടുണ്ടാകാം. എങ്കിലും പ്രഹ്ലാദൻ പറഞ്ഞു, ശരി, എങ്കിലും നിങ്ങളെ ദൈവമായി ഞാൻ അംഗീകരിക്കില്ല. അവൻ ആ തൂണിലേക്ക് പോയി. ആ തൂണിൽ നിന്നും പകുതി സിംഹവും പകുതി മനുഷ്യനുമായ ഒരു ജീവി പ്രത്യക്ഷപ്പെട്ടു. പകലോ രാത്രിയോ അല്ലാത്ത സന്ധ്യാസമയമായിരുന്നു അത്. ആ ജീവി ഹിരണ്യകശ്യപുവിനെ പിടിച്ച് സ്വന്തം മടിയിൽ കിടത്തി. അതായത്, നിങ്ങൾ വായുവിലുമല്ല, ഭൂമിയിലുമല്ല. അസ്ത്രം കൊണ്ടോ ശസ്ത്രം കൊണ്ടോ കൊല്ലാൻ കഴിയില്ല എന്നതായിരുന്നു വരം. അതായത്, കയ്യിൽ പിടിക്കുന്ന ആയുധം കൊണ്ടോ ദൂരെ നിന്ന് എറിയുന്ന ആയുധം കൊണ്ടോ മരിക്കില്ല. ശരി, ആ ജീവി ആയുധങ്ങളൊന്നും ഉപയോഗിച്ചില്ല. തന്റെ നഖങ്ങൾ കൊണ്ട് അവനെ കൊന്നു. ഈ കഥയ്ക്കും ഈ ഉത്സവത്തിനും ചിക്കനും മദ്യവുമായി എന്ത് ബന്ധമാണുള്ളതെന്ന് എനിക്ക് മനസ്സിലാക്കി തരൂ. ഒരു കൊച്ചുകുട്ടിയുടെ ലാളിത്യത്തിന്റെ വിജയമാണ് നിങ്ങൾ ആഘോഷിക്കുന്നത്. ക്രൂരനായ ഒരു രാജാവിന്റെ അഹങ്കാരത്തിന്റെയും കുതന്ത്രത്തിന്റെയും പരാജയമാണ് നിങ്ങൾ ആഘോഷിക്കുന്നത്. ഇതിൽ എവിടെ നിന്നാണ് ചിക്കനും മദ്യവും വന്നത്? എവിടെ നിന്നാണ് ഈ ബഹളങ്ങളും ചെളിയെറിയുന്നതും അനാവശ്യ വർത്തമാനങ്ങളും വന്നത്? പിന്നെ ഹോളിയുടെ ദിവസം വല്ലാത്തൊരു സ്നേഹമാണ് എല്ലാവർക്കും ഭാബിമാരോട്. അന്ന് നഗരത്തിലെ പകുതി സ്ത്രീകൾക്കും അവർ ഭാബി എന്ന സ്ഥാനമാണ് നൽകുന്നത്.